നമസ്കാരം. 2019-2020 അധ്യയന വർഷത്തിലെ ഇൻകം ടാക്സിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. വരുന്ന 2020-2021 അധ്യയന വർഷത്തേക്കുള്ള ഇൻകം ടാക്സ്, അതുപോലെ തന്നെ GST എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇനി മുതൽ അടുത്ത ആഴ്ച മുതൽ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിട്ടായിരിക്കും ഇനി മുതൽ GST അതുപോലെ തന്നെ ഇൻകം ടാക്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇനി മുതൽ അപ്ലോഡ് ചെയ്യില്ല. ആവറേജ് ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിട്ടായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഇനി ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും GST അതുപോലെ തന്നെ ഇൻകം ടാക്സ് വരുന്ന വർഷത്തിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ, അതായത് MCOMലും BCOMലും ഈ സിലബസ് ഉണ്ട്, GSTയും ഉണ്ട്, ഇൻകം ടാക്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അതുപോലെ തന്നെ ഈ ചാനൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശങ്ങൾ അയക്കുക. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനും അതുപോലെ തന്നെ കമൻസിനും ലൈക്കിനും ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി, ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് എത്രയൊക്കെയാണ്, ഇൻഡിവിജ്വലിന് എത്രയാണ്, സീനിയർ സിറ്റിസൺ എത്രയാണ്, അതുപോലെ തന്നെ സൂപ്പർ സീനിയർ സിറ്റിസൺ എത്രയാണ്, സ്പെഷ്യൽ സ്ലാബ് റേറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ 2 പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഡിഡക്ഷൻ ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതായത് ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള, ടോട്ടൽ ടാക്സ് പേയബിൾ എന്നുള്ള കാൽക്കുലേഷനൊക്കെ ഉൾപ്പെടുന്ന തരത്തിലുള്ള 2 പ്രോബ്ലംസ് കൂടി ഇന്ന് ഇതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള പ്രോബ്ലവും തിയറിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് ടാക്സ് ഫോർ പ്രീവിയസ് ഇയർ 2018-19 ആണ്. അതായത് ഈ ടോട്ടൽ ഇൻകത്തിന്മേൽ ഇദ്ദേഹം ടാക്സ് അടയ്ക്കണമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് എത്ര പെർസെൻറ്റേജ് ടാക്സ് ആണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന ഈ സംഭവത്തിനെ പറയുന്നതാണ് എന്താണ്, സ്ലാബ് എന്ന് പറയുന്നത്, ടാക്സ് സ്ലാബ്. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന്മേൽ ഓരോ സ്ലാബിന്മേൽ അദ്ദേഹം എത്ര ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ടാക്സ് ഫോർ പ്രീവിയസ് ഇയർ 2018-19 ഇൻഡിവിജ്വൽ. സാധാരണ നോർമലി ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് BCOMന് ഇൻഡിവിജ്വലിൻ്റെ കേസ് മാത്രം പഠിക്കാനുള്ള, MCOMൊക്കെ ആകുമ്പോഴാണ് HUFൻ്റെ കമ്പനിയുടെയൊക്കെ ടോട്ടൽ ഇൻകം കാണാനും ടാക്സ് റേറ്റ് ഒക്കെ കാണാനായിട്ടുള്ളത്. നമുക്കിവിടെ എന്താണ്, ഇൻഡിവിജ്വലിനെ മാത്രമാണ് നമുക്കിവിടെ BCOMൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ലാബ് റേറ്റിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ലാബ് റേറ്റ് എന്താണ്, ടോട്ടൽ ഇൻകം അപ് ടു ₹250,000. അതായത് ഒരു വ്യക്തിക്ക് 2.5 ലക്ഷം രൂപയോ അതല്ല 2.5 ലക്ഷം രൂപയിൽ താഴെയാണ് വരുമാനമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമല്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമല്ല, നിൽ. ഓക്കെ, അദ്ദേഹം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്, അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി ഒരാൾക്ക് 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് വരുമാനം, 250,000-നും 5 lakhനും ഇടയിലാണ് ഒരാളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല, അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എങ്കിൽ, അതായത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള ഇൻകം, അതിനാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 lakhനും 250,000-നും ഇടയിലാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, 5% ടാക്സ് അടയ്ക്കണം. ഓക്കെ, അതെങ്ങനെയാണ് അടയ്ക്കേണ്ടത്, അതായത് ഒരാളുടെ വരുമാനം 5 ലക്ഷമാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ ബാലൻസ് എത്രയുണ്ട്, 2.5 ലക്ഷം രൂപ. അതായത് 5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ് അടുത്ത ബാലൻസ്, 250,000. ആ 250,000 മേൽ ഇദ്ദേഹം എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കണം, 5% ടാക്സ് അടയ്ക്കണം. അതായത് 250,000 × 5% എന്ന് പറയുമ്പോഴത്തേക്കും 12,500 ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 4 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്നിരിക്കട്ടെ. അതായത് 4 ലക്ഷമാണ്, 5 ലക്ഷം അല്ല, 4 ലക്ഷം. 4 ലക്ഷമാണെങ്കിൽ ഏതിൻ്റെ ഇടയിൽ വരും, 250,000-ക്കും അതുപോലെ തന്നെ 5 lakhൻ്റെ ഇടയിലുള്ള ഒരു എമൗണ്ട് ആണ് 4 lakh എന്ന് പറയുന്നത്. ആദ്യത്തെ 2.5 ലക്ഷത്തിന് മേലെ അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ബാലൻസ് എത്രയാണുള്ളത്, 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ എത്ര എമൗണ്ട് ഉണ്ട്, അതായത് 3.5 ലക്ഷം, അതായത് 1.5 ലക്ഷം രൂപ. അതായത് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ എത്ര എമൗണ്ട് ഉണ്ട്, 1.5 ലക്ഷം രൂപ. ആ 1.5 ലക്ഷം രൂപക്ക് അദ്ദേഹം എത്ര ടാക്സ് അടയ്ക്കണം, 5% ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ഇൻകം ബിറ്റ്വീൻ 5 lakh to 10 lakh. അതായത് ഒരാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 lakhനും 10 lakhനും ഇടയിലാണെങ്കിൽ അദ്ദേഹം എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കണം, 20% ടാക്സ് അടയ്ക്കണം. 5 lakhനും 10 lakhനും ഇടയിലാണെങ്കിൽ 20% ടാക്സ്. ഓക്കെ, അപ്പോൾ 5 lakhനും 10 lakhനും ഇടയിലുള്ള എമൗണ്ട് എത്രയാണ്,
5 lakh ആണ്. 5 lakhന് അദ്ദേഹം എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? 20% ടാക്സ് അടയ്ക്കണം. ഇനി അടുത്തത് ടോട്ടൽ ഇൻകം എബോവ് 10 lakh. 10 ലക്ഷത്തിന് മേളിൽ വരുമാനം ടോട്ടൽ ഇൻകം ഉള്ള വ്യക്തിയാണെങ്കിൽ 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 10 ലക്ഷത്തിന് മേളിൽ വരുമാനമുള്ള ആളാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട, പിന്നെയുള്ള 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഉള്ളതിന് 5% ടാക്സ് അടച്ചാൽ മതി. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള എമൗണ്ടിന് 20% ടാക്സ് അടച്ചാൽ മതി. 10 ലക്ഷത്തിന് മേളിലുള്ള എമൗണ്ടിന് 30% ടാക്സ് അടച്ചാൽ മതി. അതായത് ഇപ്പോൾ ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷമാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 15 ലക്ഷം ഇൻറ്റു 30% ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഈ സ്ലാബ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട, പിന്നെയുള്ള 2.5 മുതൽ 5 ലക്ഷം വരെ ഉള്ളതിന് 5%, നെക്സ്റ്റ് 5 lakh to 10 lakh 20%, നെക്സ്റ്റ് 10 lakh എബോവിന് മാത്രം എന്ത് ചെയ്താൽ മതി? 30% ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ഇത് ഇൻഡിവിജ്വലിൻ്റെ കേസാണ്, നോർമൽ ഇൻഡിവിജ്വലിൻ്റെ കേസ്. അതായത് മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും 60 വയസ്സിൽ താഴെയുള്ള ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അടുത്തത് റേറ്റ് ഓഫ് ടാക്സ് ഓഫ് പ്രീവിയസ് ഇയർ 2018-19 സീനിയർ സിറ്റിസൺ എബോവ് 60 ഇയർ. അതായത് 60 വയസ്സിനും 80 വയസ്സിനും ഇടയിലുള്ള ആളെയാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അവർക്ക് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതായത് സാധാരണ നോർമൽ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആ എക്സംഷൻ കുറച്ചും കൂടി അധികരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹം 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, 3 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ പഴയതുപോലെ തന്നെ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, 5 ലക്ഷം മുതൽ 10 lakh വരെ 20%, 10 lakh എബോവ് ആണെങ്കിൽ 30%. ഫോർ എക്സാമ്പിൾ 14 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആദ്യത്തെ 3 ലക്ഷത്തിന് അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട, പിന്നെയുള്ള 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2 ലക്ഷത്തിന് അദ്ദേഹം എത്ര ടാക്സ് അടയ്ക്കണം? 5% ടാക്സ് അടയ്ക്കണം. അടുത്ത 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള എമൗണ്ട് എത്രയാണ്? 5 lakh. ആ 5 lakhന് 20% ടാക്സ് അടയ്ക്കണം. ബാലൻസ് റിമൈനിങ് 10 lakh എബോവ് എന്ന് പറയുന്നത് 4 lakh ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ 14 ലക്ഷം ആണെങ്കിൽ 4 lakh. ആ 4 lakhന് എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കണം? 30% ടാക്സ് അടയ്ക്കണം. ഇതാണ് സീനിയർ സിറ്റിസൺ. ഇനി അടുത്തത് റേറ്റ് ഓഫ് ടാക്സ് ഫോർ പ്രീവിയസ് ഇയർ 2018-19 സൂപ്പർ സീനിയർ സിറ്റിസൺ, ദാറ്റ് ഈസ് എബോവ് 80 ഇയർ. അതായത് 80 വയസ്സിനും മേളിലുള്ള ആൾ, അതായത് 80 വയസ്സിന് മേളിലുള്ള ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സംഷൻ ഉണ്ട്. ഓക്കെ, അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ സെക്കൻഡ് സ്ലാബ് അവോയ്ഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്ലാബും സെക്കൻഡ് സ്ലാബും കൂടി ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. ടോട്ടൽ ഇൻകം അപ് ടു ₹5 lakh നില്ല്. ഓക്കെ, അതായത് 5 ലക്ഷം വരെ അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, എക്സംപ്റ്റഡ് ആണ്. ഇനി 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ 20%, 10 ലക്ഷത്തിന് മേളിലാണെങ്കിൽ 30%. അപ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസണ് ഏത് സ്ലാബ് റേറ്റ് ഇല്ല? 5% സ്ലാബ് എന്നുള്ള റേറ്റ് ഇല്ല. അദ്ദേഹത്തിന് 5 lakh വരെയും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്? 15 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആദ്യത്തെ 5 ലക്ഷം വരെ അദ്ദേഹം നിൽ റേറ്റ്, അതായത് ടാക്സ് അടയ്ക്കേണ്ട. പിന്നെയുള്ള 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20% അടയ്ക്കുക. ബാലൻസ് 10 lakh എബോവ് ഉള്ള ബാലൻസ് 5 lakhന് എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കുക? 30% ടാക്സ് അടയ്ക്കുക. ഇതാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ ടാക്സ് അടയ്ക്കേണ്ടത്. നെക്സ്റ്റ് വണ് സ്പെഷ്യൽ റേറ്റ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്പെഷ്യൽ റേറ്റ്സ് എന്നുള്ളത് നോക്കാം. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. STT എന്ന് വെച്ചാൽ എന്താണ്? STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അടച്ചിട്ടുണ്ട്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടിയ സമയത്ത്, അതായത് ഒരു എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ? നമ്മളുടെ ഒരു വസ്തു, അതായത് വസ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈ STT പേ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റു. ആ വിൽക്കുന്ന സമയത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് നിന്ന് STT പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? സ്ലാബ് റേറ്റിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അതിന് സ്പെഷ്യൽ റേറ്റ് ആണ് 15% ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ മേൽ നമ്മൾ എന്താണ്? സാധാരണ സ്ലാബ് റേറ്റ് അല്ല, അതിന് ഫിക്സഡ് റേറ്റ് ആണ് 20% ടാക്സ് റേറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്യാഷ്വൽ ഇൻകം, അതായത് നമുക്ക് ലോട്ടറിയിൽ നിന്നോ ഗാംബ്ലിങ്ങിൽ നിന്നോ അതേപോലുള്ള ക്യാഷ്വൽ ഇൻകം നമ്മൾ ഹെഡ് പഠിച്ചതാണ്. ആ ക്യാഷ്വൽ ഇൻകത്തിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ 30% ആണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തോളണം? ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ക്യാഷ്വൽ ഇൻകം ഒക്കെ എന്ത് ചെയ്തോളണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ കണ്ടോളണം. ഓക്കെ, പക്ഷെ ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബാലൻസ് ആയിട്ടുള്ള ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ, ആ ടോട്ടൽ ഇൻകം മേൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ലാബ് റേറ്റ്, നേരത്തെ പഠിച്ച പോലെ സ്ലാബ് റേറ്റിൽ ടാക്സ് അടയ്ക്കണം. ഇതിനെന്ത് റേറ്റിൽ ടാക്സ് അടയ്ക്കണം? സ്പെഷ്യൽ റേറ്റിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം.
ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി മനസ്സിലാവും. അടുത്തത് എഡ്യൂക്കേഷൻ സെസ് ആണ്. ഓക്കെ, എന്താണെങ്കിലും എഡ്യൂക്കേഷൻ സെസ്സിന്മേൽ നമ്മൾ എന്ത് ചെയ്തു, എഡ്യൂക്കേഷൻ സെസ് എത്ര ടാക്സ് അടച്ചോളാം? 4% ടാക്സ് അടയ്ക്കണം. ഇത് 4% ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കണം. ടോട്ടൽ ഇൻകത്തിന്മേലല്ല 4% ടാക്സ് അടയ്ക്കേണ്ടത്, ടാക്സ് എമൗണ്ട് മേലാണ് എന്ത് ചെയ്യേണ്ടത് 4% ടാക്സ് ആണ്. ഇതൊരു ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷത്തിന് മേലെ ഒരു ടാക്സ് അടച്ചു. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടാക്സബിൾ എമൗണ്ട് ഒരു 50,000 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ 50,000 ടാക്സ്, അതായത് ടാക്സ് പേയബിൾ എന്ന് പറയുന്ന ആ എമൗണ്ട് മേലാണ് എന്ത് ചെയ്യേണ്ടത് 4% എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും നമ്മൾ ടോട്ടൽ ഇൻകത്തുമേൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും 4% എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് ടാക്സ് അടയ്ക്കരുത്. ഈ എഡ്യൂക്കേഷൻ സെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ്, അതായത് 3%, പണ്ട് അത് 3% ആയിരുന്നു. 3% വരെ അത് ഹയർ എഡ്യൂക്കേഷൻ സെസ് പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു 3% വന്നത്. അതിനുശേഷം പിന്നീട് ഒരു 1% ഹെൽത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സെസ്സാണ് എന്ത്, ഒരു 1% കൂടി ആഡ് ചെയ്തു. അങ്ങനെയാണ് ഇത് എത്രയായത്, 4% ആയത്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സാണ് ആക്ച്വലി ഏത്, ഈ 4% എന്ന് പറയുന്നത്. അടുത്തതാണ് സർചാർജ്. മിക്കവാറും നിങ്ങൾക്ക് സർചാർജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ടോട്ടൽ ഇൻകം 50 ലാഖിനും 1 crore ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം, 10% അധിക നികുതി അടച്ചോളണം. ഇതിനാണ് സർചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ഇൻകം 1 crore എബവ് ആണെങ്കിൽ 15% 15% എന്ത് ചെയ്തോളണം, സർചാർജ് അടച്ചോളാം. ഇതൊക്കെയാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഒരു ആനുകൂല്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിഡൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണെങ്കിൽ അവർക്കൊരു എക്സംഷൻ ഉണ്ട്. ഹൂസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് ₹3,50,000 ഹി ഗെറ്റ് എ ഡിഡക്ഷൻ അപ് ടു ₹2,500. അതായത് ഒരാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ല, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ, 3.5 ലക്ഷമോ 3.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് എക്സംഷൻ കിട്ടും, 2,500 രൂപ ഡിഡക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ടോട്ടൽ ഇൻകം 3,50,000 ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്ലാബ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 2,50,000 ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ബാലൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്രയുണ്ട്, 3,50,000. 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ എത്ര എമൗണ്ട് ഉണ്ട്, 1 lakh ഉണ്ട്. ഓക്കെ, ആ 1 lakh മേലെ അദ്ദേഹം എത്ര ശതമാനമാണ് ടാക്സ് അടയ്ക്കേണ്ടത്, 5% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. 5% ടാക്സ് അടയ്ക്കാം. അപ്പോൾ 1 lakh മേൽ 5% ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 5,000 rupees വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 5,000 rupees ടാക്സ് അടയ്ക്കേണ്ട 2,500 രൂപ അദ്ദേഹത്തിന് എന്ത് കിട്ടും, ഡിഡക്ഷൻ ചെയ്യാം. ബാലൻസ് 2,500 അദ്ദേഹം എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഇനി വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ 3.5 ലക്ഷത്തിന് പകരം അദ്ദേഹത്തിന് 3 ലക്ഷമാണെന്ന് വിചാരിച്ചോ. 3 ലക്ഷമാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ 2.5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട, ബാലൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്രയുണ്ട്, 50,000 ഉള്ളൂ. ആ 50,000 മേൽ അദ്ദേഹം എത്ര ടാക്സ് അടയ്ക്കണം, 5% ടാക്സ് അടയ്ക്കണം. ആ 50,000ൻ്റെ 5% എത്രയാണ്, 2,500, 2,500. ഓക്കെ, അപ്പോൾ 2,500 മേൽ അദ്ദേഹം ടാക്സ് അടയ്ക്കുമ്പോൾ പിന്നെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന് ആ 2,500 എന്ത് കിട്ടും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള വരുമാനം എന്ന് പറയുന്നത് 50,000 ആണ്. ആ 50,000 മേൽ 5% എന്ന് പറയുന്നത് 2,500 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 3.5 ലക്ഷത്തിൽ താഴെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഡിഡക്റ്റ് ചെയ്യാം, ഈ 2,500 ഡിഡക്റ്റ് ചെയ്യാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ട വരില്ല, ടാക്സ് അടയ്ക്കേണ്ട വരില്ല എന്ന് സാരം. ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഗ്രോസ് സാലറി ₹5 lakh. ഓക്കെ, ഗ്രോസ് സാലറി നമുക്ക് തന്നിരിക്കുന്നത് 5 lakh ആണ്. ഓക്കെ, ഇപ്പോൾ ഗ്രോസ് സാലറി എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 കുറയ്ക്കണം. 40,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ് 5 lakh ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട കാര്യമില്ല. ഗ്രോസ് സാലറി, ഗ്രോസ് എന്നാണ് തരുന്നതെങ്കിൽ ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 ചെയ്യണം. നിങ്ങളത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ചാപ്റ്ററിൽ 5th സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ₹3 lakh. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ₹3 lakh ഉണ്ട്. ഓക്കെ, അതും നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൽ വരുന്നതാണ്. ബിസിനസ് ഇൻകം ₹5 lakh. ബിസിനസ് ഇൻകം ഏത് ഹെഡിലാണ് വരുന്നത്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരുന്നതാണ്. ഇൻകം ഫ്രം പ്രൊഫഷൻ 2 lakh ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ 5 lakh പ്ലസ് 2 lakh അത്രയും 7 lakh ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് ₹18,000. അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഹെഡിലാണ്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്, സംശയമില്ല. പക്ഷേ എന്നാലും 80 TTB അനുസരിച്ച്
അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോറി 80 TTA അനുസരിച്ച് 80 TTA അനുസരിച്ച് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 TTA അനുസരിച്ച് 10,000 രൂപ വരെ നമുക്ക് എന്തിനു എക്സംഷൻ കിട്ടും, ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് സേവിങ്സ് ബാങ്കിലെ ഇൻട്രസ്റ്റിന് നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ 18,000 രൂപ ടാക്സബിൾ അല്ല, 10,000 രൂപ എക്സംഷൻ കിട്ടും, 8,000 ആണ് ടാക്സബിൾ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ അത് കാണിക്കരുത്, ടോട്ടൽ ഇൻകം കാണുമ്പോൾ 18,000 ടാക്സബിൾ ആണെന്നുള്ള രീതി കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ലാസ്റ്റ് അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെ ചെയ്യണ സമയത്ത് 80 TTA എന്നുള്ള ഹെഡിൽ നമ്മൾ 10,000 രൂപ ഡിഡക്റ്റ് നമുക്ക് ചെയ്യാം. അടുത്തത് റോയാലിറ്റി ₹3 lakh. ഓക്കെ, റോയാലിറ്റിയും നമുക്ക് എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിലെ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റും റോയാലിറ്റി 3 lakhും ടാക്സബിൾ തന്നെയാണ്. റോയാലിറ്റി സ്പെസിഫിക് ബുക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്ന റോയാലിറ്റി എങ്കിൽ നമുക്കതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചതാണ്. പക്ഷേ ഇവിടെ റോയാലിറ്റി 3 lakh എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തതാണ് കോൺട്രിബ്യൂഷൻ ടു RPF ₹20,000. ഓക്കെ, കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏതിൽ വരും, 80C വരും. ഓക്കെ, അപ്പോൾ 80C നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ₹8,000, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80C അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സബ്സ്ക്രിപ്ഷൻ ഓഫ് NSE 8th ഇഷ്യൂ 2,000, അതായത് NSE 8th ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ അതേപോലെ തന്നെ NSE 8th ഇഷ്യൂവിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. അപ്പോൾ 80Cയിലുള്ള 3 കാര്യങ്ങളൊക്കെ RPF, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 8,000, സബ്സ്ക്രിപ്ഷൻ ഓഫ് NSE 8th ഇഷ്യൂ 2,000. പക്ഷെ നമ്മൾ 80C മുതൽ 80C, 80CCC, 80CCCDയിലൊക്കെ 3 കൂടി കൂടിയിട്ട് മാക്സിമം 1,50,000 വരവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ വന്നാലും 20,000ഉം 2,000, 8,000 കൂടി 30,000 വരുള്ളൂ. സോ നമുക്കത് ഭയക്കേണ്ട കാര്യമില്ല, 80Cയിൽ ഭയക്കേണ്ട കാര്യമില്ല. ഈ 3ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80C അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്താണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ₹10,000. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80DDB അനുസരിച്ച് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ക്യാൻസർ പോലുള്ള അങ്ങനെയുള്ള ക്യാൻസർ പോലുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഡിഡക്റ്റ് ചെയ്യാമെന്നുള്ള പറഞ്ഞാൽ 40,000 ഡിഡക്റ്റബിൾ ആണ്. സോ 10,000 ഇത് നമുക്ക് മൈനസ് ചെയ്യാം. അടുത്തത് ഹി ഹാവ് എ സിവിയർലി ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഡിപ്പെൻഡൻ്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിവിയർലി ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ 80 ഏതിൽ വരും, 80DD വരും. ഇനി അതല്ല ഇദ്ദേഹം സിവിയർലി ഡിസേബിൾഡ് ആണെങ്കിൽ ഏത് വരും, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80U വരും. ഓക്കെ, എന്താണെങ്കിലും ഇയാൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എമൗണ്ട് മൈനസ് ചെയ്യാം. സിവിയർലി ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് സൺ ഉണ്ട്. ഓക്കെ, ഡിപ്പെൻഡൻ്റ് ആണ്, സൺ ആണ്. പെയ്ഡ് ₹80,000. ഓക്കെ, അപ്പോൾ 80,000 ആണ് ആക്ച്വലി ഇയാൾ പേ ചെയ്തത് 80,000 ആണ്. പക്ഷേ അദ്ദേഹത്തിന് എത്ര ഡിഡക്റ്റ് ചെയ്യാം, 1,25,000 ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആക്ച്വലി 80,000 ഉള്ളൂ, പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാം, അതൊന്നും നോക്കേണ്ട കാര്യമില്ല, 1,25,000 ഡിഡക്റ്റ് ചെയ്യാം. ഇനി അതല്ല 1,50,000 ആണ് അദ്ദേഹത്തിന് ആക്ച്വൽ എക്സ്പെൻസ് എങ്കിലും അദ്ദേഹത്തിന് എത്ര ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 1,25,000 ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ്. അടുത്തത് ഡൊണേഷൻ ടു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ₹8,000. ഓക്കെ, ഡൊണേഷൻ ടു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിൽ വരും, വിത്ത് ലിമിറ്റ് 50% വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്പോർട്സ് അസോസിയേഷൻ, ഒളിമ്പിക് അസോസിയേഷൻ അങ്ങനെയുള്ള അസോസിയേഷനിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇതിൽ വരും, വിത്തൗട്ട് ലിമിറ്റ് 100% വരും. ഇത് ഏതിലാണ് വരുന്നത്, സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വിത്ത് ലിമിറ്റ് 50% വരുന്നത്. സോ 8,000 ആണ് ഡൊണേഷൻ. അപ്പോൾ 50% ആണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ 4,000. ഓക്കെ, അടുത്തത് ഡൊണേഷൻ ടു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് ലിമിറ്റ് 100% ആണ്. വിത്തൗട്ട് ലിമിറ്റ് 100% എന്ന് പറയുമ്പോഴത്തേക്ക് 6,000 നമുക്ക് എന്ത് ചെയ്യാം, 80G പ്രകാരം 6,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ 8,000 4,000 അതേപോലെ തന്നെ അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ 6,000 ഏത് ഹെഡിൽ വരുന്നതാണ്, 80Gയിൽ ഡൊണേഷനിൽ വരുന്നതാണ്. ആ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലിമിറ്റ് 50%, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി വിത്തൗട്ട് ലിമിറ്റ് 100%. ഓക്കെ, ഇനി അടുത്തതാണ് ഡൊണേഷൻ ടു എ പൊളിറ്റിക്കൽ പാർട്ടി ₹5,000. ഓക്കെ, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി ബൈ ക്യാഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ബൈ ക്യാഷ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ മിക്കവാറും അക്കൗണ്ട് ബൈ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ 5,000 എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GGC അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ കിരണിൻ്റെ ടാക്സ് ലയബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 80G ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഡൊണേഷൻ, ഈ 2 കാര്യങ്ങൾ, ഡൊണേഷൻ ടു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡൊണേഷൻ ടു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ വിത്ത് ലിമിറ്റ് ഉള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത്
ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ബാക്കിയുള്ള ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു ക്വാളിഫയിങ് എമൗണ്ട്, ആ ക്വാളിഫയിങ് എമൗണ്ടൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ലിമിറ്റ് 50%. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, തീർച്ചയായിട്ടും നമ്മുടെ ഡൊണേഷൻ എമൗണ്ട് വരുന്നത് 8,000 മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ അത് നിസാര എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നുള്ളൂ, വിത്ത് ലിമിറ്റ് 50% വരുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഇൻകംസ് ഏതൊക്കെയാണ്? ഗ്രോസ് സാലറി 5 lakh ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 3 lakh ഉണ്ട്, ബിസിനസ് ഇൻകം 5 lakh ഉണ്ട്, ഇൻകം ഫ്രം പ്രൊഫഷൻ 2 lakh ഉണ്ട്. ഇതൊക്കെ ഈ എമൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഡൊണേഷൻ എമൗണ്ട് ചെറുതാണ്. അപ്പോൾ ആ മൊത്തത്തിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ 10% എന്ന് പറയും. 10% എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ 8,000-നേക്കാളും കൂടുതലാണ് ആ 10%. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊടുത്തിരിക്കുന്ന 8,000 രൂപ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് ലിമിറ്റ് 50%, 4,000 ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാൻ സാധിക്കും. ഇനി അതേസമയം ഡൊണേഷൻ ടു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ 8,000 പകരം 8 lakh എന്നൊക്കെയാണ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നേരത്തെ പഠിച്ച ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Gയിലെ കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. അത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല. അടുത്തത് ഇനി എന്താണ്, അതാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ കിരണിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ഇൻകം ഫ്രം സാലറി എഴുതാം. ഫസ്റ്റത്തെ ഹെഡ് ഓഫ് ഇൻകം നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ഇൻകം ഫ്രം സാലറിയാണ്. സോ ഇൻകം ഫ്രം സാലറി, അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രോസ് സാലറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് സാലറി എന്ന് എഴുതണം. ഗ്രോസ് സാലറി എത്ര തന്നിരിക്കുന്നത്? 5 lakh ഗ്രോസ് സാലറി തന്നിരിക്കുന്നത്. 5 lakh. ഓക്കെ, 5 lakhൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇത് നിങ്ങൾ എപ്പോൾ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ സെമസ്റ്റർ 5ാമത്തെ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 ആണ്. 40,000 കുറയ്ക്കുമ്പോഴത്തേക്കും 4,60,000 കിട്ടും. 4,60,000. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 3 lakh എമൗണ്ട്. നമുക്ക് വേറെ സെറ്റ് ഓഫോ ക്യാരി ഫോർവേഡ് ലോസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും, ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിലില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വ്യക്തമായിട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നേരെ എമൗണ്ട് എടുത്ത് എഴുതുക, 3 lakh. അടുത്തത് വരുന്നത് ബിസിനസ് ഇൻകം ആണ്. സോ അത് ഏത് ഹെഡിൽ വരും? പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ വരും. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം 5 lakh വരുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷൻ ഇൻകം വരുന്നുണ്ട്. ഇൻകം ഫ്രം പ്രൊഫഷൻ, ഇൻകം ഫ്രം പ്രൊഫഷൻ. ഓക്കെ, ഇൻകം ഫ്രം പ്രൊഫഷൻ എത്രയാണ്? 2 lakh ഇൻകം ഫ്രം പ്രൊഫഷൻ വരുന്നത്. സോ 5 lakh പ്ലസ് 2 lakh ഈസ് ഈക്വൽ ടു 7 lakh. ഓക്കെ, ഇനി നമുക്ക് സാധാരണ അടുത്ത ഹെഡ് ഏതാണ് വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഹെഡാണുള്ളത്. ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് എന്താ കിട്ടിയത്? ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 18,000. ഓക്കെ, അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ 18,000-ൽ 10,000 rupees 80 TTA അനുസരിച്ച് എന്താണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള അവിടെ നമുക്ക് കാണിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ എത്ര കാണിക്കും? 18,000 തന്നെ കാണിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്? റോയാലിറ്റി ഉണ്ട്. റോയാലിറ്റി എത്രയാണ്? 3 lakh. ഓക്കെ, അപ്പോൾ 3 lakh പ്ലസ് 18,000 ഈസ് ഈക്വൽ ടു 3,18,000. സോ ടോട്ടൽ ചെയ്യുമ്പോൾ 4,60,000 പ്ലസ് 3 lakh പ്ലസ് 7 lakh പ്ലസ് 3,18,000 ഈസ് ഈക്വൽ ടു 17,78,000. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ
ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ളത് ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകത്തിന് മേലാണ് നമ്മൾ എന്തടക്കേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. സോ നമുക്ക് ഇതിവിടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ആ പ്രോബ്ലത്തിൻ്റെ അടിയിൽ തന്നെ വേണമെങ്കിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ വേണമെങ്കിൽ താഴെ തന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്ഥലം പരിമിതമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡിഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേജിൽ കാണിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. സെപ്പറേറ്റ് വർക്കിംഗ് നോട്ടിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആദ്യം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഓക്കെ, ഇങ്ങനെ കാണിക്കണം. ഒന്നില്ലെങ്കിൽ 80C to 80U എന്ന് കാണിക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ 6A എന്ന് കാണിക്കുക. ഓക്കെ, അതിൽ നമുക്ക് ആദ്യത്തെ ഐറ്റം വരുന്നത് ഏതാണ്? 80C ആണ്. ഓക്കെ, ഏതാണ്? 80C ആണ് വരുന്നത്. അപ്പോൾ 80Cയുടെ പ്രത്യേകത എന്താണ്? 80C, 80CCC, അതുപോലെ തന്നെ 80CCD. ഇത് മൂന്നും കൂടിയും ചേർത്തിട്ട് എത്ര വരാവുള്ളൂ? 1,50,000 വരെയുള്ളൂ. അതൊന്നും എഴുതണ്ട, നമ്മൾ ഈ ഹെഡിങ് മാത്രം ഇവിടെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ 1,50,000 വരെ പാടുള്ളൂ. ഓക്കെ, 80Cയിലും 80CCCയിലും 80CCDയിലും വരുന്നതിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ആകെ 80Cയിലുള്ള ഐറ്റംസ് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. കോൺട്രിബ്യൂഷൻ ടു RPF ആണ്. കോൺട്രിബ്യൂഷൻ ടു RPF ₹20,000 ആണ്. 20,000. ഓക്കെ, പിന്നെ എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആണ് ₹8,000. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാണ്? ഇൻഷുറൻസ് പ്രീമിയം കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് NSC 8th ഇഷ്യൂ ആണ്. സബ്സ്ക്രിപ്ഷൻ ഓഫ് NSC. എന്താണ് NSC? നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. NSS എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ സേവിങ്സ് സ്കീമാണ്. NSC 8th ഇഷ്യൂ. ഓക്കെ, എമൗണ്ട് 2,000. ഓക്കെ, അപ്പോൾ 20,000 പ്ലസ് 8,000 പ്ലസ് 2,000 ഈസ് ഈക്വൽ ടു 30,000. ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് 30,000 എടുത്ത് എഴുതാം. ഇനി അടുത്ത ഏതാണ്? നമുക്ക് വരുന്ന 80DD ആണ് അടുത്ത് വരുന്നത്. 80DD. ഓക്കെ, 80DDയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ്. ഓക്കെ, സിവിയർലി ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ്. ഓക്കെ, ഓക്കെ, സിവിയർലി ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്. അതിന് അദ്ദേഹം 80,000 ആണ് എക്സ്പെൻസ് ആയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ സെക്ഷൻ 80DD പ്രകാരം 1,25,000 മൈനസ് ചെയ്യാം. സോ 1,25,000 വരെ അദ്ദേഹത്തിന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്താണ് 80DDB ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് 80DDB ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഓക്കെ, എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. ഓക്കെ, അത് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതാം. 10,000. ഓക്കെ, ഇനി അടുത്ത ഏതാണ് വരുന്നത്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കൊടുക്കുന്ന ഏതാണ്? വിത്ത് ലിമിറ്റ് 50% ആണ്. അതായത് ഡൊണേഷൻ ടു സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലിമിറ്റ് 50% ഇങ്ങനെ നമ്മൾ കാണിക്കണം. എമൗണ്ട് എത്രയാണ്? വിത്ത് ലിമിറ്റ് എത്രയാണ്? 8,000 ആണ് എമൗണ്ട്. സോ 50% ആണുള്ളൂ. സോ നമ്മളെന്താണ്? 4,000 കാണിക്കുള്ളൂ. ആക്ച്വൽ എമൗണ്ട് ഇദ്ദേഹം ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന 8,000 ആണ്. പക്ഷെ നമ്മൾ എത്ര കാണിക്കുള്ളൂ? 4,000. ഓക്കെ, വിത്ത് ലിമിറ്റ് ആണ്. ലിമിറ്റ് ഉണ്ട് 4,000. ഇനി അടുത്ത് എന്താണ്? ഡൊണേഷൻ ടു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി വിത്തൗട്ട് ലിമിറ്റ് 100% വരുന്നതാണ്. വിത്തൗട്ട് ലിമിറ്റ് 100% അദ്ദേഹം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് 6,000 ആണ്. 6,000. ഓക്കെ, അപ്പോൾ 4,000 പ്ലസ് 6,000 ഈസ് ഈക്വൽ ടു 10,000.
ഓക്കെ, ഇനി അടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഡൊണേഷനാണ്. സോ അത് ഏതിലാണ് വരുന്നത്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GGC. 80GGC ആണ് വരുന്നത്. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടിക്ക് ബൈ ക്യാഷാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അക്കൗണ്ട് ബൈ ഒക്കെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? അക്കൗണ്ട് ബൈ കൊടുത്തതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എമൗണ്ട് വരുന്നത് 5,000 ആണ്. 5,000 ആണ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 18,000. പക്ഷേ നമുക്ക് 80 TTA പ്രകാരം നമുക്കൊരു 10,000 നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ അലവബിൾ ആണ്. സോ 80 TTA എന്നുള്ള ഹെഡിൽ വരുന്ന എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, എന്താണ്? SB ആണ്, സേവിങ്സ് ബാങ്ക്. പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 10,000 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അതും ഏത് തന്നെയാണ്? 80 TTA പറയുന്നത്. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ്? 10,000 രൂപ നമുക്കത് മൈനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ കാര്യങ്ങൾ 80C മുതൽ 80U വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓർഡർ ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് എത്രയാണ് എമൗണ്ട്? നമുക്ക് 80C മുതൽ 80 വരെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് നോക്കാം. 30,000 പ്ലസ് 1,25,000 പ്ലസ് 10,000 പ്ലസ് 10,000 പ്ലസ് 5,000 പ്ലസ് 10,000 ഈസ് ഈക്വൽ ടു 1,90,000. ഓക്കെ, 1,90,000. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ടു 80U എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതി കാണിക്കണം. ഓക്കെ, ഇനി ഈ 1,90,000 എമൗണ്ട് നമുക്ക് ഏതിൽ നിന്ന് മൈനസ് ചെയ്യാം? നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എഴുതുക. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈക്വൽ ടു 17,78,000. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യും? ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ടു 80U. ഓക്കെ, 80C മുതൽ 80 വരെയുള്ള എമൗണ്ട് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 1,90,000. 1,90,000. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 15,88,000. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് വിളിക്കുന്നത്. ടോട്ടൽ ഇൻകം 15,88,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15,88,000 മേലെ നമ്മൾ എന്ത് അടക്കണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടാക്സിൻ്റെ സ്ലാബ് പറഞ്ഞത്? ഇദ്ദേഹം ആരാണ്? ഇൻഡിവിജ്വൽ ആണ്. സോ അപ് ടു റുപ്പീസ് 2,50,000. അപ് ടു റുപ്പീസ് 2,50,000 എത്രയാണ്? നില്ലാണ്, ടാക്സ് അടയ്ക്കേണ്ട. നെക്സ്റ്റ് എത്രയുണ്ട്? 2,50,000. അതായത് 2,50,000 മുതൽ പിന്നെ എത്രയാണ്? 5 lakh വരെയാണ് 5%. സോ 2,50,000 ടു 5 lakh എത്ര എമൗണ്ട് ഉണ്ട്? 2,50,000 ഉണ്ട്. ഓക്കെ, അതായത് നിലവിൽ നമ്മളുടെ ടോട്ടൽ ഇൻകം വന്നത് 15,88,000 ആണ്. ആദ്യത്തെ 2.5 ലക്ഷത്തിന് മേലെ ടാക്സ് ഇല്ല. നെക്സ്റ്റ് വരുന്ന സ്ലാബ് റേറ്റ് എത്രയാണ്? 2,50,000 ടു 5 lakh ആണ്. അപ്പോൾ 2,50,000 ടു 5 lakh എമൗണ്ട് എത്രയാണ്? 2,50,000. 2,50,000 ഇൻറ്റു 5% എത്രയാണ് വരുന്നത്? 12,500. ഓക്കെ, ദെൻ ഇനി അടുത്ത ബാലൻസ് എത്ര വരുന്നത്? അടുത്തത് 5 lakh മുതൽ 10 lakh ആണ്. 5 lakh മുതൽ 10 lakh വരെ എത്ര ലക്ഷം ഉണ്ട്? 5 lakh ഉണ്ട്. സോ 5 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 20%. 5 lakh ഇൻറ്റു 20% എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, 1 lakh. ഇനി അടുത്ത എത്രയാണ്? ബാലൻസ് എത്രയുണ്ട്? ഇപ്പോൾ 10 ലക്ഷം വരെയായി. ബാലൻസ് എത്രയുണ്ട്? 5,88,000. 5,88,000 ഇൻറ്റു 30% ഈസ് ഈക്വൽ ടു 1,76,400. 1,76,400. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ഓക്കെ, ഈ എമൗണ്ട് നേരെ ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. 12,500 പ്ലസ് 1 lakh പ്ലസ് 1,76,400 ഈസ് ഈക്വൽ ടു 2,88,900. ഓക്കെ, അത് കിട്ടി. ഓക്കെ, കുറച്ചുകൂടി നീക്കി എഴുതാം. 2,88,900. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അടയ്ക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട്. ഓക്കെ, ഫുൾ 2,88,900. ഇനി ഇതുമേൽ നമ്മൾ എന്തുകൂടി അടയ്ക്കണം, സർചാർജ് അടയ്ക്കണം. ആഡ് സർചാർജ് ഉണ്ടെങ്കിൽ, സർചാർജ് എപ്പോഴും അടയ്ക്കേണ്ടത് 50 ലക്ഷത്തിന് 1 കോടിക്കും ഇടയിലാണെങ്കിൽ 10%, 1 കോടിക്ക് മുകളിലാണെങ്കിൽ 15%. സോ നമുക്ക് എന്ത് വരുന്നില്ല, സർചാർജ് വരുന്നില്ല. സോ എന്നാലും നമ്മൾ കാണിക്കുക, ആഡ് സർചാർജ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ, സർചാർജ് ഉണ്ടോ, ഇല്ല, നില്ലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തുള്ളത്, എഡ്യൂക്കേഷൻ സെസ് ഉണ്ട്. ഓക്കെ, ആഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ സെസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ടോട്ടൽ ഇൻകം 15,88,000 ആണ്. എഡ്യൂക്കേഷൻ സെസ് എത്ര പെർസെൻറ്റേജ് ആണ്, 4% ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ 4%, അതായത് 15,88,000 4% അല്ല ചെയ്യേണ്ടത്. ഏത് എമൗണ്ടിൻ്റെയാണ്, 2,88,900 4% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അപ്പോൾ 2,88,900 4% എന്ന് പറയുമ്പോൾ 2,88,900 ഇൻറ്റു 4% ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈസ് ഈക്വൽ ടു 11,556. ഓക്കെ, അതും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. ലെസ് അഡ്വാൻസ് ടാക്സ്. ഓക്കെ, നമ്മളിത് ഈ പ്രോബ്ലത്തിൽ അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടില്ല, സോ അത് നില്ലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2,88,900 പ്ലസ് എഡ്യൂക്കേഷൻ സെസ് നമുക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 11,556 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 3,04,60 കിട്ടും. ഇതിനാണ് നമ്മളെന്ന് പറയുന്നത് നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നെറ്റ് ടാക്സ് പേയബിൾ എത്രയാണ്, 3,04,60. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ₹1 lakh. ഓക്കെ, തീർച്ചയായിട്ടും അത് ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ബിസിനസ് ₹4 lakh ടാക്സബിൾ ആണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ വരും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ₹2 lakh, അതും ടാക്സബിൾ ആണ്. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് മേലെ സ്പെഷ്യൽ റേറ്റ് ആണ്, ദാറ്റ് ഈസ് 20%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് ടോട്ടൽ ഇൻകം കാണുമ്പോൾ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൂടി ഉൾപ്പെടുത്തണം. താഴെ വിന്നിംഗ് ഫ്രം ലോട്ടറി കൂടി ഉണ്ട്, ഇതെല്ലാം ഉൾപ്പെടുത്തണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാക്സ് ലയബിലിറ്റി കാണുന്ന സമയത്ത് 2 lakhും ആ 3 lakh എടുത്ത് മാറ്റിയിട്ട് 2 lakhന് 20%, വിന്നിംഗ് ഫ്രം ലോട്ടറിക്ക് 30% ടാക്സ് കാണണം. ഓക്കെ, അപ്പോൾ അത് ഏതിൽ വരുന്നില്ല, ഇത് രണ്ടും സ്ലാബ് റേറ്റിൽ വരില്ല. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2 lakh ഉണ്ട്, വിന്നിംഗ് ഫ്രം ലോട്ടറി 3 lakh ഉണ്ട്. അപ്പോൾ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്നാൽ തന്നേക്കണം 3 lakh. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഗ്രോസ് അപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ ലോട്ടറി ഇൻകം റിസീവ്ഡ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്നുള്ള ഏത് ഹെഡാണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ₹20,000. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി. അതേത് ഹെഡിലാണ് വരുന്നത്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, സബ്സ്ക്രിപ്ഷൻ ഓഫ് NSS ₹10,000. ഓക്കെ, എന്താണ്, നാഷണൽ സേവിങ് സ്കീം നമ്മൾ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു 10,000. സോ അത് ഏതിൽ വരുന്നതാണ്, 80Cയിൽ വരുന്നതാണ്, നമുക്കത് ഡിഡക്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് ₹20,000. അത് ഏതിൽ വരും, 80Gയിലെ ഡൊണേഷനിൽ വരും, വിത്തൗട്ട് ലിമിറ്റ് 100% വരും. ആ 20,000 നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അടുത്തതാണ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് 90,000. അഡ്വാൻസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാക്സ് പേയബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യാം. അഡ്വാൻസ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ടാക്സ് പേയബിൾ കിട്ടും. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ ജോസഫ്. മിസ്റ്റർ ജോസഫിൻ്റെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും കാണാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇൻകം ഏതാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആദ്യം എഴുതാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ 1 lakh ആണ്. 1 lakh ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ അടുത്ത ഹെഡ് ഏതാണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനമുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അദ്ദേഹത്തിന് വരുമാനം കിട്ടിയത്, ബിസിനസ് ഇൻകത്തിൽ നിന്ന് വരുമാനം കിട്ടിയത് 4 lakh ആണ്. ഓക്കെ, അത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 4 lakh ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനം ഏതാണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വിന്നിംഗ് ഫ്രം ലോട്ടറി ഒക്കെ ഉണ്ട്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മളിവിടെ കാണിക്കും കേട്ടോ, ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കും. അതിനുശേഷം ടാക്സ് ലയബിലിറ്റി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് അത് മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് എത്രയാണ്, 2 lakh. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇല്ല. പിന്നെ അദ്ദേഹത്തിന് വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്.
ഇൻകം ഫ്രം അതർ സോഴ്സ്. ആ ഹെഡിൽ വരുന്ന വിന്നിങ് ഫ്രം ലോട്ടറിയാണ്. വിന്നിങ് ഫ്രം ലോട്ടറി. ഓക്കെ, ലോട്ടറിയിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം കിട്ടിയത് 3 lakh ആണ്. ഓക്കെ, വിന്നിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രോസപ്പ് ചെയ്യേണ്ട കാര്യമില്ല, 3 lakh ആണ്. ഇന്നർ കോളത്തിൽ എഴുതാം, കാരണം വേറെയും കൂടി ഉണ്ടല്ലോ ഇൻകം ഫ്രം അതർ സോഴ്സിൽ. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇനി വരുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ₹20,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് വെറുതെ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. ഗ്രോസപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 3 lakh + 20,000 ഈസ് ഈക്വൽ ടു 3,20,000. ഓക്കെ, അപ്പോൾ വേറെ ഇൻകം വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. 1 lakh + 4 lakh + 2 lakh + 3,20,000 ഈസ് ഈക്വൽ ടു 10,20,000. ഓക്കെ, 10,20,000 നമുക്ക് എന്ത് വിളിക്കാം? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം കുറച്ച് വലിയ പ്രോബ്ലം ആയിരുന്നു, നമുക്ക് സ്പേസ് ഉണ്ടായില്ല ചെയ്യാൻ. അത് കാരണം കൊണ്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ ഉള്ളത് വേറെ ഒരു പേജിലോ വർക്കിംഗ് നോട്ടിലായിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ 2-3 ഡിഡക്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഓക്കെ, ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഓഫ് NSS ഉണ്ട്, നാഷണൽ സേവിങ് സ്കീം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഹെഡിലാണ് വരുന്നത്? 80Cയിൽ വരുന്നത്. സോ 80C സബ്സ്ക്രിപ്ഷൻ ഓഫ് NSS. ഓക്കെ, എമൗണ്ട് എത്രയാണ്? 10,000. ഇനി അടുത്ത് എന്താണ്? 80G ആണുള്ളത്. 80Gയിൽ ഡൊണേഷൻ ആണുള്ളത്. ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ചെയ്തു. ഓക്കെ, ഇതെന്താണ്? വിത്ത് ഔട്ട് ലിമിറ്റ് 100% ആണ്. അത് ബ്രാക്കറ്റിലൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, എമൗണ്ട് എത്രയാണ്? 20,000. സോ വേറെ ഡിഡക്ഷൻ ഒന്നുമില്ല. 10,000ഉം 20,000 ഉള്ളൂ. സോ 30,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഡക്ഷൻ എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 9,90,000. 9,90,000. ഇതാണ് നമ്മളുടെ എന്ത്? ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം. ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 9,90,000. ഇനി ഈ 9,90,000 മേലാണ് ഇദ്ദേഹം എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ടാക്സ് ലയബിലിറ്റി നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇൻകം കിട്ടിയത് 9,90,000 ആണ്. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 9,90,000 ആണ്. ഓക്കെ, അപ്പോൾ 9,90,000 മേലെ നമുക്ക് ഒരിക്കലും സ്ലാബ് റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഈ ടോട്ടൽ ഇൻകത്തിൽ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ വിന്നിങ് ഫ്രം ലോട്ടറിയും ഇൻക്ലൂഡഡ് ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% ഫിക്സഡ് ആയിട്ട് ടാക്സ് അടയ്ക്കണം. ഓക്കെ, അത് സ്ലാബ് റേറ്റിൽ വരില്ല. വിന്നിങ് ഫ്രം ലോട്ടറി 30% ടാക്സ് അടയ്ക്കണം. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് കാണണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വിന്നിങ് ഫ്രം ലോട്ടറിയുടെ എമൗണ്ട് കാണും. ഓക്കെ, വിന്നിങ് ഫ്രം ലോട്ടറി. ഓക്കെ, വിന്നിങ് ഫ്രം ലോട്ടറി എത്രയാണ്? എമൗണ്ട് എത്രയാണ്? 3 lakh ആണ്. 3 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ് വിന്നിങ് ഫ്രം ലോട്ടറിയുടെ ടാക്സ്? 30% ആണ്. സോ 3 lakh ഇൻറ്റു 30% ഈസ് ഈക്വൽ ടു 90,000. 90,000. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത ഏതാണ്? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ട് എത്രയാണ്? 2 lakh ആണ്. 2 lakh. 2 lakhiൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ? 20% ആണ്. 2 lakhiൻ്റെ 20% ഈസ് ഈക്വൽ ടു 40,000. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ടാക്സ് ആണ്. അപ്പോൾ നമുക്ക് എത്രയായി? 9,90,000 നിന്നും 3 ലക്ഷവും 2 ലക്ഷവും പോയി. ഓക്കെ, അപ്പോൾ 9,90,000 മൈനസ് 3 lakh + 2 lakh എത്രയാണ്? 5 lakh. അപ്പോൾ 5 lakhൻ്റെ ടാക്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ ടാക്സ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാലൻസ് റിമൈനിങ് എത്ര ഉള്ളത്? 9,90,000 മൈനസ് 5 lakh എത്ര ഉള്ളത്? 4,90,000. ഇത് എന്ത് റേറ്റ് ആണ്? സ്ലാബ് റേറ്റ് ആണ്. എന്ത് റേറ്റ് ആണ്? സ്ലാബ് റേറ്റ് ആണ്. ഇനി ഇതിൻ്റെ സ്ലാബ് റേറ്റ് നമുക്ക് കാണാം. എത്രയാണ്? ഫസ്റ്റത്തെ
അപ് ടു 2,50,000 ആദ്യത്തെ 2.5 ലക്ഷം വരെ എന്തില്ല, ടാക്സ് ഇല്ല, നിൽ. ബാലൻസ് എത്രയുണ്ട്, 4,90,000 ആണ്, 2.5 ലക്ഷം വരെ ടാക്സ് ഇല്ല. ബാക്കി വരുന്ന നെക്സ്റ്റ് 2,40,000. ഓക്കെ, 2,40,000 ബാക്കി എത്രയുണ്ട്, 2,40,40,000 ഉണ്ട്. അതിന് എത്ര ശതമാനമാണ് ടാക്സ്, 5% ആണ്. 2,40,000 ഇൻറ്റു 5% ചെയ്യുമ്പോൾ എത്രയാണ്, 12,000. ഓക്കെ, 12,000. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണ്, ഈ 12,000 എടുത്ത് നേരെ ഇപ്പുറത്തേട്ട് എടുത്ത് എഴുതും 12,000. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 90,000 പ്ലസ് 40,000 പ്ലസ് 12,000. അപ്പോൾ സ്ലാബ് റേറ്റ് നമുക്ക് എത്ര മാത്രമേ വന്നുള്ളൂ, 12,000 മാത്രമേ വന്നുള്ളൂ. അപ്പോൾ 90,000 പ്ലസ് 40,000 പ്ലസ് 12,000 ഈസ് ഈക്വൽ ടു 1,42,000. ഓക്കെ, നമുക്കത് കിട്ടി. ഓക്കെ, ഇതാണ് ശരിക്കും ടാക്സ് പേയബിൾ എന്ന് പറയുന്ന എമൗണ്ട്. ഇതാണ് നെറ്റ് ടാക്സ് പേയബിൾ അല്ല, ടാക്സ് പേയബിൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം, ആഡ് സർചാർജ്. ആഡ് സർചാർജ്. സർചാർജ് എമൗണ്ട് ഉണ്ടോ, ഇല്ല, നില്ലാണ്. ഓക്കെ, ഇനി അടുത്ത വേണ്ടത് എഡ്യൂക്കേഷൻ സെസ് ആണ്. ആഡ് എഡ്യൂക്കേഷൻ സെസ്. ഓക്കെ, എഡ്യൂക്കേഷൻ സെസ് എത്ര പെർസെൻറ്റേജ് ആണ്, 4% ആണ്. ഏതിൻ്റെയാണ്, 1,42,000 ഇൻറ്റു 4%. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ടോട്ടൽ ഇൻകത്തിന് മേലല്ല എഡ്യൂക്കേഷൻ സെസ് അടയ്ക്കണത്, ഈ 1,42,000 മേലാണ് 4%. ടാക്സ് മേലാണ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത്. അപ്പോൾ 1,42,000 ഇൻറ്റു 4% എന്ന് പറയുമ്പോഴത്തേക്കും 5,680 വരും. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണുള്ളത്, നമുക്ക് ഇനി അഡ്വാൻസ് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ട് പ്രോബ്ലത്തിൽ. ലെസ് അഡ്വാൻസ് ടാക്സ്. ഓക്കെ, അഡ്വാൻസ് ടാക്സസ് നമ്മൾ എത്ര അടച്ചത്, 90,000 ആണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചത്. സോ നമുക്കത് മൈനസ് ചെയ്യാം. അതായത് 1,42,000 പ്ലസ് 5,680, അതായത് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് മൈനസ് ചെയ്യണം, 90,000 മൈനസ് ചെയ്യണം. സോ 1,42,000 പ്ലസ് 5,680 മൈനസ് 90,000 ഈസ് ഈക്വൽ ടു 57,680. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, നെറ്റ് ടാക്സ് പേയബിൾ എന്ന് വിളിക്കും. നെറ്റ് ടാക്സ് പേയബിൾ. അപ്പോൾ നെറ്റ് ടാക്സ് പേയബിൾ എത്രയാണ്, 57,680. അപ്പോൾ നാളെ ഇൻകം ടാക്സ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.